നമസ്കാരം. ഇറാൻ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച 2 മണിക്കൂറിനകം ഒമാനിൽ ആരംഭിക്കും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഒമാനിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ യുഎസിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ചകൾക്ക് വേണ്ടി ഒമാനിൽ എത്തിയിട്ടുണ്ട്. അബ്ബാസ് അരാക്ചിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇറാനെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആണവായുധം ഇറാന്റെ പക്കൽ ഉണ്ടാകില്ല, ഒരിക്കലും അത് കൈവശം വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആണവ പരീക്ഷണങ്ങൾ ഇറാൻ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന നിലപാടാണ് ട്രംപ് ആവർത്തിക്കുന്നത്. എന്നാൽ അത് കാര്യമാക്കേണ്ടതില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ US തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ ഹൂത്തികൾ തന്നെയാണ് ഇപ്പോഴും കളം നിറഞ്ഞു കളിക്കുന്നത്. അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും വെള്ളം കുടിപ്പിക്കും വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അമേരിക്കയുടെ ഒരു MQ-9 റീപ്പർ ഹൂത്തികൾ ഇന്നും വെടിവെച്ചിട്ടുണ്ട്. അതായത് കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ വളരെ ഉയരത്തിലൂടെ പറക്കുന്ന, രഹസ്യങ്ങൾ ചോർത്തുന്നതിനു വേണ്ടി അമേരിക്ക വിക്ഷേപിച്ചിട്ടുള്ള ഈ ഡ്രോണുകളെയാണ് ഹൂത്തികൾ വെടിവെച്ചിടുന്നത്. ഈ ഡ്രോണുകളെ വെടിവെച്ചിടണമെങ്കിൽ അത്യാധുനിക ആയുധങ്ങൾ ഹൂത്തികളുടെ പക്കൽ വേണം. ആ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള പോരാളികൾ വേണം. ഹൂത്തികൾക്ക് എവിടെ നിന്നാണ് ഈ ആയുധങ്ങൾ? ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയും വിധമുള്ള പരിശീലനങ്ങൾ സിദ്ധിച്ചിട്ടുള്ള പോരാളികൾ അവർക്ക് എവിടെ നിന്നാണ്? ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കക്ക് എവിടെയും എത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന യമൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പെന്റഗൺ തന്നെ ചില വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. $1 ബില്യൺ ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു, ലക്ഷ്യം കാണാനായിട്ടില്ല. ഹൂത്തികൾ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കരയുദ്ധത്തിലൂടെ മാത്രമേ ഹൂത്തികളെ കീഴ്പ്പെടുത്താൻ കഴിയൂ എന്ന വിധത്തിലുള്ള ചർച്ചകൾ പോലും പുരോഗമിക്കുകയാണ്. USS ഹാരി എസ് ട്രൂമാൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ USS കാൾ വിൻസൺ ഇവിടെ ചെങ്കടലിൽ നങ്കൂരം മുട്ടിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്തായാലും എത്ര വലിയ പടക്കപ്പലുകൾ കൊണ്ടുവന്നിട്ടും എത്ര വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും ഹൂത്തികളെ ഒതുക്കാനാവുന്നില്ല. അമേരിക്കയുടെ വജ്രായുധങ്ങളെ ഹൂത്തികൾ ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനും ഇന്ന് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇരട്ട പ്രഹരമേൽക്കേണ്ടി വന്ന ദിവസമാണ്. ടെല്ലവീവിലേക്ക് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തിയെന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ടെല്ലവീവിലെ സൈനിക സൈറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്. ആ ആക്രമണം ലക്ഷ്യത്തിലെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഹൂത്തികളുടെ പ്രതികരണം. അതേസമയം ഒരു ഡ്രോണിനെ ആകാശത്ത് വെച്ച് തന്നെ ഞങ്ങൾക്ക് തകർത്ത് കളയാൻ കഴിഞ്ഞു. അതേസമയം തന്നെ മറ്റൊരു ഡ്രോൺ ഞങ്ങളുടെ വ്യോമാതിർത്തി കടന്ന് എത്തിയിട്ടില്ല, അതുകൊണ്ട് ആ ഡ്രോൺ ഞങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഡ്രോൺ ഇവിടെ ടെല്ലവീവിലേക്ക് എത്തിയിട്ടുണ്ട്, അതിനെ ഞങ്ങൾ തകർത്തു എന്ന ഒരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. എന്നാൽ മറ്റൊരു വാർത്ത കൂടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹൂത്തികൾ വിക്ഷേപിച്ച ഒരു ഡ്രോൺ ജോർദാനിലാണ് പതിച്ചത് എന്നുള്ള ഒരു വാർത്തയാണ്. ഇതെന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. നേരത്തെ ഈ 2ാം ഘട്ടം ഹൂത്തികൾ ആക്രമണം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച ഒരു മിസൈൽ ഈജിപ്തിന്റെ മലനിരകൾക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പതിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലും ഒരു മിസൈൽ പതിച്ചതായിട്ടുള്ള വാർത്തകൾ ആ സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിപ്പോൾ 3ാം തവണയും ഹൂത്തികളുടെ ഒരു ഡ്രോൺ, ഒരു ആയുധം, അത് ഇസ്രായേലിലും അമേരിക്കയിലും അല്ലാതെ മറ്റൊരു 3ാമതൊരു രാജ്യത്ത് ചെന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. ലക്ഷ്യം തെറ്റിയതാണോ തെറ്റിച്ചതാണോ എന്ന കാര്യം വ്യക്തമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. അമേരിക്കക്ക് താവളമൊരുക്കുന്ന, അമേരിക്കയെ സഹായിക്കുന്ന, വ്യോമാതിർത്തി വിട്ടുകൊടുക്കുന്ന രാജ്യങ്ങളെ ഞങ്ങൾ ശത്രുപക്ഷത്ത് കാണും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അത്. എന്തായാലും അത്തരത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ വേണ്ട പണികൾ ചെയ്തു കൊടുക്കുന്ന, വ്യോമതാവളങ്ങൾ വിട്ടുകൊടുക്കുന്ന, രഹസ്യമായി അവരുമായി ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളെ ഹൂത്തികൾ ലക്ഷ്യം വെച്ചതാണോ, ഇതൊന്നും നമുക്ക് വ്യക്തമല്ല. എന്നാൽ ഹൂത്തികളുടെ ഒരു ഡ്രോൺ മാത്രമാണ് ഇസ്രായേലിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് IDF-ന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഒരു ഡ്രോൺ ജോർദാനിൽ പതിച്ചു എന്നുള്ള വാർത്തകളും പ്രചരിക്കുന്നു. ഇതിലെന്താണ് സംഭവിച്ചത്, എന്താണ് ശരി എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും അതിശക്തമായ പോരാട്ട വീര്യം തന്നെയാണ് ഹൂത്തികൾ കാണിക്കുന്നത്. അമേരിക്ക ഒരുപാട് വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഹൂത്തികൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ ആ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പലപ്പോഴും ലക്ഷ്യം കാണാതെ പോകുന്നു. അതേസമയം
ഹൂത്തികളുടെ ഡ്രോണുകളും മിസൈലുകളും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്കാകുന്നു എന്നുള്ളത് തീർച്ചയായും അത് ഇറാന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ചർച്ചകൾ നടക്കാൻ 2 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് അത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.